ഹലോ എവരിവൺ. CGL CHSL 2024 വേണ്ടിയുള്ള ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ട്രിഗ്നോമെട്രിയുടെ ഫസ്റ്റ് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ദയവായിട്ട് ഫസ്റ്റ് പാർട്ട് കാണുക. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലേലിസ്റ്റ് CGL 2024 മിഷൻ CGL 2024 പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് സെക്ഷനിൽ അവൈലബിൾ ആണ്. ജസ്റ്റ് അത് മുതൽ അതിലെ ആദ്യത്തെ ക്ലാസ് മുതൽ നമ്മൾ ഏകദേശം 16ാമത്തെ ക്ലാസ്സാണ് മാക്സിമം വേണ്ടി ചെയ്യുന്നത്. നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഓർഡറിൽ തന്നെ കണ്ടുവരിക. അതിലെ ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും എക്സാമിന് വേണ്ടി. ഇത് നമ്മുടെ ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും ദിശ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഈ ഒരു ഇൻ്റർഫേസിലുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ എല്ലാ എക്സാംസിന് വേണ്ടി SSC RRB എക്സാംസിന് വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും ലൈവ് റെക്കോർഡഡ് അതുപോലെ മെൻറ്ററിങ് സെക്ഷനും എല്ലാം അവൈലബിൾ ആണ്. നിങ്ങൾക്ക് CGLൻ്റെ കോഴ്സും അതിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ക്ലാസ്സിൻ്റെ ക്വാളിറ്റി കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം, മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. എല്ലാ ഡീറ്റെയിൽസും ഈ ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പം എല്ലാ ക്ലാസ്സിലും മാത്സിൻ്റെ മാത്രം വേണമെങ്കിൽ അതിൻ്റെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. എല്ലാ സബ്ജക്റ്റിൻ്റെ ക്വാളിറ്റി ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അത് ലൈവ് ക്ലാസ് ആയിട്ട്. ഓക്കെ, ഇത് ഓഫ്ലൈൻ അക്കാഡമീസിൻ്റെ ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഹോംവർക്കിൻ്റെ ആൻസർ നിങ്ങളാരും കമൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയില്ല. ഓക്കെ, അപ്പം അത് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആയിരുന്നു. എക്സിൻ്റെ വാല്യൂ 1 ആയിരുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റിൻ്റെ ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ വാല്യൂ ഓഫ് 152 ഇൻറ്റു സൈൻ 32 കോസ് സ്ക്വയർ 45 3 സൈൻ 34 കോസ് സ്ക്വയർ 45 അങ്ങനെ ഇതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ CGL എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇവരെന്താ ചെയ്തിരിക്കുന്നതെന്ന് നോക്കാം. 152 ഇൻറ്റു സൈൻ 30 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫുൾ വാല്യൂസിൻ്റെയും എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് എല്ലാം പഠിച്ചാണ്. പ്ലസ് 2 ഇൻറ്റു കോസ് സ്ക്വയർ 45. കോസ് 45 എന്ന് പറഞ്ഞാൽ 1/√2 ആണ്. കോസ് സ്ക്വയർ 45 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. അധികം 3 ഇൻറ്റു സൈൻ 30. സൈൻ 30 1/2 ആണ്. പ്ലസ് 4 ഇൻറ്റു കോസ് സ്ക്വയർ 45 1/2 ആണ്. അപ്പോൾ ഇവിടെ എന്തായി? ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലായി. പ്ലസ് അങ്ങനെ പോയി എന്താണ്? പ്ലസ് 17 സൈൻ 30 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. പ്ലസ് 18 ഇൻറ്റു കോസ് സ്ക്വയർ 45 എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് വേണ്ടത്. അപ്പോൾ ഇവിടെ നിന്ന് എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? 152 ഇൻറ്റു 1/2, 1 ഇൻറ്റു 1/2, 2 ഇൻറ്റു 1/2, 3 ഇൻറ്റു 1/2, 4 ഇൻറ്റു 1/2 അങ്ങനെ പോവാണ്. 1/2 പ്ലസ് 1 പ്ലസ് 3/2 പ്ലസ് 2 പ്ലസ് 4/2 പ്ലസ് 3 അങ്ങനെ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇതിനകത്ത് നിന്ന് ഏറ്റവും എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? 1/2 അങ്ങ് കോമൺ എടുക്കുക. അപ്പോൾ അതല്ലേ എളുപ്പം. 1/2 എല്ലാത്തിലും എന്തുണ്ട്? കോമൺ ആയിട്ട് 1/2 ഉണ്ട്. 1/2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്താ വരുന്നത്? 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് അങ്ങനെ പോയി 18 വരെ എന്ത് ചെയ്യും? പോവും. അപ്പോൾ നമുക്ക് എന്ത് പറയുന്നത്? 152 ഇൻറ്റു 1/2 ഇൻറ്റു 1 പ്ലസ് 2 പ്ലസ് 3 പ്ലസ് അങ്ങനെ 18 വരെ 1 മുതൽ 18 വരെയുള്ള ആദ്യത്തെ 18 എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 1 2 3 4 അങ്ങനെ ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ തുകയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ എന്താണ്? n ഇൻറ്റു n പ്ലസ് 1/2 ആണ്. അപ്പോൾ ഇവിടെ n പകരം എന്താ നമ്മൾ കൊടുക്കേണ്ടത്? 18 ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യുക? n വരെ 18 കൊടുക്കുക. 18 ഇൻറ്റു n പ്ലസ് 1 19 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടും. നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ 152/4 ഇൻറ്റു 18 ഇൻറ്റു 19. ഓക്കെ, നമുക്ക് ചോദിച്ചിരിക്കുന്നത് എന്താ? എ റാഷണൽ നമ്പർ ബട്ട് നോട്ട് ആൻ ഇൻറ്റിജർ, ആൻ ഇൻറ്റിജർ ബട്ട് നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ ബട്ട് ആൻ ഇൻറ്റിജർ അങ്ങനെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എന്ത് മനസ്സിലാവും? നിങ്ങൾക്ക് മാക്സിമം ക്യാൻസൽ ചെയ്ത് പറഞ്ഞാൽ ഇതൊരു 2 പോയി 9 വരും. 2 ഇതുമായിട്ട് വെട്ടുമ്പോൾ എത്ര വരും? 76 വരും. 76 ഇൻറ്റു 9 ഇൻറ്റു 19. അപ്പോൾ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ എന്താണ്? 76 എന്ന് പറഞ്ഞാൽ 19 ഇൻറ്റു 4 ആണ്. 19 ഇൻറ്റു 4 ഇൻറ്റു 9 ഇൻറ്റു 19. ഇത് കാണുമ്പോൾ തന്നെ എന്ത് മനസ്സിലായി? ഇവിടെ ഈ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്പർ എന്ന് പറഞ്ഞാൽ 19 ഇൻറ്റു 4 ഇൻറ്റു ഇവിടെ ഒരു 19 ലാസ്റ്റിലത്തെ 19 ആദ്യം എഴുതി. 19 ഇൻറ്റു 19 ഇൻറ്റു 4 ഇൻറ്റു 9 ഇതാണ് ഈ നമ്പർ, നമ്മുടെ ആൻസറിൽ നിന്ന് കിട്ടുന്ന നമ്പർ. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത നമ്മൾ ആലോചിച്ച് നോക്ക്. 19 ഇൻറ്റു 19. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിനകത്ത് റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 19 സ്ക്വയർ ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഇൻറ്റു 19 സ്ക്വയർ ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ഇൻറ്റു 9 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ നമ്പർ എന്താണ്? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റിജർ. ഒരു ഇൻറ്റിജറിൻ്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണ് നമുക്ക് മനസ്സിലാവും. ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഈ നമ്പറിനെ വിശേഷിപ്പിക്കാൻ പറ്റിയ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഇതെന്താണ്? ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഓഫ് ആൻ ഇൻറ്റിജർ ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ പെർഫെക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ഈ ഒരു വാല്യൂസ് വെച്ചുള്ള ക്വസ്റ്റ്യൻ. വാല്യൂസ് എല്ലാം അറിയാൻ വേണം. എന്ത് ചെയ്യണം? നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യാൻ വേണം. ഈ ഒരു ടൈപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് നമ്മൾ പ്രോഡക്റ്റ് ടൈപ്പ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം. പ്രോഡക്റ്റ് ടൈപ്പ് റിലേഷൻ. ഓക്കെ, എന്താണ് ഈ പ്രോഡക്റ്റ് ടൈപ്പ് റിലേഷൻ നമുക്ക് നോക്കാം. ഓക്കെ,
ഇങ്ങനെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ ഡെയിലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നതായിരിക്കും, ചെറിയ ചെറിയ ക്ലാസ്സുകൾ ഇങ്ങനെ തരുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഫുൾ ക്ലാസ് വേണമെങ്കിൽ നമ്മുടെ ആപ്ലിക്കേഷനിൽ നിന്നും CGLന്റെ ലൈവ് കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കണ്ടിട്ട് ക്വാളിറ്റി മനസ്സിലാക്കി ഡെമോ ക്ലാസ്സുകളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ പ്രോഡക്റ്റ് ടൈപ്പ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കാം, നമ്മുടെ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്, റേഷ്യോ ആണ് നമ്മുടെ സൈനും കോസും എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇവിടെ ഇത് പെർപെൻഡിക്കുലർ, ഇത് ബേസ്, ഓക്കെ, ഇത് ആംഗിൾ തീറ്റ ആണെന്ന് വെച്ചോ. ഇതപ്പോൾ ഇത് വരും, ഇത് 90, ഇത് തീറ്റ ആണെങ്കിൽ ഇത് 90 - തീറ്റ ആണ്. ടോട്ടൽ ആംഗിൾ 180 ഡിഗ്രി ആണ്. ഓക്കെ, അതൊക്കെ നമ്മുടെ ജോമെട്രിയുടെ ക്ലാസ് ഉണ്ട്, അത് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ഓക്കെ, ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് സൈൻ എ, ഓക്കെ, പ്രോഡക്റ്റ് ടൈപ്പ് റിലേഷൻ ഇത് എങ്ങനെ വരുന്നതെന്ന് പറയാം. സൈൻ, ഇവിടെ നോക്ക്, ഇത് എ, ഇത് ബി, ഇത് സി ആണെന്ന് വെച്ചോ. ഓക്കെ, അപ്പോൾ സൈൻ എ എന്ന് പറഞ്ഞാൽ എന്താ, പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്, അത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. ഇനി കോസ് എ എന്ന് പറഞ്ഞാൽ എന്താണ്, കോസ് എ, സൈൻ എ എന്ന് പറഞ്ഞാൽ എന്ത് വരും, സൈൻ എ എന്ന് പറഞ്ഞാൽ എയിലുള്ള ആംഗിൾ, സൈൻ എ എന്ന് പറഞ്ഞാൽ എന്ത് വരും, പെർപെൻഡിക്കുലർ പി ബൈ ബി, പെർപെൻഡിക്കുലർ ബൈ ബേസ് ആണ്. ഇതേ സാധനം തന്നെയല്ലേ ഇവിടെ നോക്ക്, കോസ് സി എന്ന് എടുത്ത് നോക്ക്, കോസ് സി എന്ന് പറഞ്ഞാൽ എന്ത് വരും, കോസ് സി എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ബൈ സൈൻ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, കോസ് സി എന്ന് പറഞ്ഞാൽ എന്താണ്, പെർപെൻഡിക്കുലർ അഡ്ജസൻറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താവും, സിയുടെ കേസിൽ ഇതാവും അഡ്ജസൻറ്റ് സൈഡ്, അടുത്തുള്ള സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. രണ്ടും എന്താണ്, സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇവിടെ സൈൻ എ എന്ന് പറയുന്നതും കോസ് സി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, സെയിം തന്നെയാണ്. അപ്പോൾ വേറൊരു തരത്തിൽ പറഞ്ഞാൽ സൈൻ എക്ക് വരെ ഞാൻ എന്ത് കൊടുത്തു, തീറ്റ കൊടുത്തു. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നതും ഈക്വൽ ടു കോസ് 90 - തീറ്റ. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, സൈൻ തീറ്റയുടെ വാല്യൂ എന്ത് കിട്ടി, കോസ് 90 - തീറ്റ. സൈൻ തീറ്റയുടെ വാല്യൂ കോസ് 90 - തീറ്റ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെയാണ് നമ്മൾ പ്രോഡക്റ്റ് ടൈപ്പ് റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രോഡക്റ്റ് ടൈപ്പ് റിലേഷനിൽ ചേഞ്ച് ആവുന്ന എന്താണെന്ന് പറഞ്ഞുതരാം. അപ്പം ചേഞ്ച് ആവുന്ന എന്ന് പറയുന്നവരാണ് കോംപ്ലിമെന്ററി ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ, അതായത് കോംപ്ലിമെന്ററി. അപ്പോൾ ഇങ്ങനെ എന്ത് ചെയ്യാം, ഇങ്ങനെ നമുക്ക് ഓരോന്നിൻ്റെയും കോംപ്ലിമെന്ററി വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, സൈൻ തീറ്റ, സൈൻ 90 - തീറ്റ, അത് വെച്ചിട്ട് അതിനെയാണ് നമ്മൾ കോംപ്ലിമെന്ററി വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ കോംപ്ലിമെന്ററി ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ, കോംപ്ലിമെന്ററി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. ഓക്കെ, എന്താണ് നോക്കാം. ഇപ്പൊ സൈൻ എന്താവുന്നത്, സൈൻ എന്താ കോംപ്ലിമെന്റ്, സൈൻ്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ കോസ് ആണ്. ഓക്കെ, ഫസ്റ്റ് ക്ലാസ്സിന് നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ ഫസ്റ്റ് ക്ലാസ്സിനകത്ത് ഞാൻ ആ ഒരു ഇക്വേഷൻസിന്റെ വീഡിയോ എന്ത് ചെയ്യാം, പിൻ ചെയ്തില്ല, 2 വീഡിയോ ഉണ്ട്. ഓക്കെ, ഞാൻ ഇന്നലെ പറഞ്ഞ വീഡിയോസ്. ഓക്കെ, കൊസീക്കിന്റെ കോംപ്ലിമെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, സീക്കാണ്. അതുപോലെ ടാൻ്റെ കോംപ്ലിമെന്ററി ആണ് എന്ന് പറയുന്നത്, ടാൻ്റെ കോംപ്ലിമെന്ററി ആണ് കോട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, സൈൻ കോസ് 90 - തീറ്റ. കോസ് 90 - തീറ്റ. അതുപോലെ കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ സീക്ക് 90 - തീറ്റ. ഓക്കെ, ഇതിന് ഞാൻ വേറൊരു വഴിയും കൂടെ പറഞ്ഞുതരാം, അതായിരിക്കും കുറച്ചുകൂടി എളുപ്പം നിങ്ങൾക്ക്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ കോട്ട് 90 - തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ജനറലായിട്ട് പഠിക്കണമെങ്കിൽ, പറയുവാണെങ്കിൽ ജനറലായിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി എന്ത് പറയാം, ജനറൽ ഈഫ് എ പ്ലസ് ബി, എന്താണ് എ ബി എന്നൊക്കെ പറയാം, ഈഫ് എ പ്ലസ് ബി ഈക്വൽ ടു 90 then sin A ഈക്വൽ ടു കോസ് ബി, കൊസീക് എ ഈക്വൽ ടു സീക്ക് ബി, അതുപോലെ ടാൻ എ ഈക്വൽ ടു കോഡ് ബി. അപ്പോൾ ഇതങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈപ്പ് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ കാര്യത്തിൽ തന്നെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മൾ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. എ പ്ലസ് ബി 90 ആയി കഴിഞ്ഞാൽ സൈൻ എ ഈക്വൽ ടു കോസ് ബി. അപ്പോൾ ഇവിടെ ഞാനൊരു കാര്യം പറയാം, സൈൻ 32ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സൈൻ 32ന്റെ വാല്യൂ കോസിൽ പറയണമെങ്കിൽ എന്തായിരിക്കും, കോസ് എത്ര കൂട്ടണം, 90 ആവാൻ 8 കൂട്ടിയ 40, 58. അതായത് എന്താ, എ പ്ലസ് ബി 32, 58, 90 എ പ്ലസ് ബി 90 ആയി കഴിഞ്ഞാൽ സൈനും കോസും. അപ്പോൾ സൈനെ എപ്പോഴാണ് കോസ് ആയിട്ട് എഴുതാൻ പറ്റുന്നത്, ആ 2 ആംഗിളിൻ്റെയും, സൈൻ്റെ കൂടെ കിടക്കുന്ന ആംഗിളും കോസിൻ്റെ കൂടെ കിടക്കുന്ന ആംഗിളും എത്ര വരണം, 90 ഡിഗ്രി വരണം. ഇതേപോലെ എല്ലാം ചെയ്യാം. അപ്പോൾ കൊസീക്ക് 79ന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സീക്കിൽ എഴുതണമെങ്കിൽ എന്തായിരിക്കും, 79 കൂടെ 11 കൂട്ടണം, സീക്ക് 11 ആയിരിക്കും. സീക്ക് 11ഉം കൊസീക്ക് 79 എന്താണ്, സെയിം ആണ്. ഓക്കെ, അല്ലെങ്കിൽ സീക്ക് 79ഉം കൊസീക്ക് 11 എന്താണ്, സെയിം ആണ്. അപ്പോൾ ടാൻ്റെ കേസ്, ടാൻ 30 എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, കോട്ട് എത്ര ആയിരിക്കും, കോട്ട് 60 ആയിരിക്കും. കാര്യം എ പ്ലസ് ബി 90 ആവണം. അങ്ങനെയാണെങ്കിൽ ടാൻ 30 എന്ന് പറഞ്ഞാൽ കോട്ട് 60 നിങ്ങൾ കണ്ടതാണ്. ടാൻ 30 1/√3, കോട്ട് 60 എത്ര തന്നെയാണ്, 1/√3 എന്നാണ്. അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചാൽ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫോമുലയാണ്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യും, നിങ്ങൾക്ക് മെയിനായിട്ടും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ തരും, നിങ്ങൾക്ക് ഇങ്ങനെ ആയിരിക്കും ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെ ആയിരിക്കും തരുന്നത്. ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യും, സൈൻ 72
സൈൻ 72 ഡിഗ്രി, ഓക്കെ ഞാൻ എഴുതാം. ഓക്കെ, സൈൻ 72 ഡിഗ്രി ഡിവൈഡഡ് ബൈ കോസ് 18 ഡിഗ്രി. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ എന്താണ്, സൈൻ 72ഉം കോസ് 18ഉം സെയിം ആണെന്ന് അറിയാവുന്ന ഒരാൾക്ക് ഈ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് കാണുമ്പോൾ തന്നെ എന്ത് കിട്ടും, ആൻസർ 1 എന്ന് കിട്ടും. അപ്പോൾ എന്തുകൊണ്ടാണ് സൈൻ 72ഉം കോസ് 18ഉം? A+B 90 ആണെങ്കിൽ 72ഉം 18ഉം എത്രയാണ്, 90 ആണ്. അപ്പോൾ നിങ്ങൾ നമ്മുടെ വീഡിയോ ചാനലിൽ കിടക്കുന്ന സീക്രട്ട് ഓഫ് സ്പീഡ് മാത്സ് വീഡിയോ കാണുക, അതിന്റെ കാൽക്കുലേഷൻ ഡെയിലി ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യുക. ഓക്കെ, സെർച്ച് ചെയ്താൽ കിട്ടും. ഓക്കെ, അപ്പം 72 18 കൂട്ടുമ്പോൾ 90 ആണ്. A+B 90 ആണെങ്കിൽ സൈൻ എ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, കോസ് ബി. ഇത് രണ്ടും എന്താണ്, സെയിം തന്നെയാണ്. ഈ സൈൻ 72 തന്നെയാണ്, കോസ് 18 മേളിൽ താഴെ സെയിം തന്നെയാണ്. നമുക്ക് എന്ത് കിട്ടും, ആൻസർ 1 ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, ടാൻ 12 ഡിഗ്രി ഇൻറ്റു കൊസീക് 39 ഡിഗ്രി ഇൻറ്റു സൈൻ 84 ഡിഗ്രി. ഇതൊക്കെ വന്നിട്ടുള്ള ഒരുപാട് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കോസ് 6 ഡിഗ്രി ഇൻറ്റു കോട്ട് 78 ഡിഗ്രി ഇൻറ്റു സീക് 51 ഡിഗ്രി. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ വലിയ പാടുള്ള കാര്യമാണ് 51. നമ്മൾ ഇതിൻ്റെ ഒന്നും പഠിച്ചിട്ടില്ല. കോട്ട് 78ഉം സീക് 51ഉം കോസ് 6 ഒന്നും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, പഠിച്ചിട്ടില്ല. അപ്പോൾ നമുക്കിത് കാണുമ്പോൾ തന്നെ ടാൻ 12ഉം കോട്ട് 78ഉം കണ്ടാൽ A+B 90 ആയാൽ A+B 12 28 എത്രയാണ്, 90 ആണ്. 12 29 ടാൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്, കോട്ടാണ്. ടാൻ എ എന്ന് പറഞ്ഞാൽ കോട്ട് ബി ആണ്. അപ്പോൾ ടാൻ 12 എന്ന് പറഞ്ഞാലും കോട്ട് 78 എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയി പോയി. കൊസീക് 39ഉം സീക്ക്. അപ്പോൾ 39 കൂടെ 51 കൂട്ടുന്നതിന് എത്ര എന്ന് പറയുന്നത്, 90. അപ്പോൾ 39ഉം 51 എത്രയാണ്, 90 ആണ്. A+B 90 ആയി കഴിഞ്ഞാൽ കൊസീക് കൊസീക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, സീക്ക് ബി ആയിരിക്കും. അപ്പോൾ കൊസീക്ക് ഇത് രണ്ടും സെയിം ആണ്. സൈൻ 84ഉം കോസ് 6ഉം A+B എന്താണ്, 90 ആണ്. എ എന്ന് പറഞ്ഞത് ബി എന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ എ എന്ന് പറഞ്ഞത് ബി എന്ന് പറയുന്നത്. A+B 90 ആയി കഴിഞ്ഞാൽ സൈൻ എ ഈക്വൽ ടു കോസ് ബി ആണ്. അപ്പോൾ കോസ് 6 തന്നെയാണ് സൈൻ 84. അപ്പോൾ ഇതെല്ലാം വെട്ടിപ്പോയി എന്ത് വരും, ഇതിൻ്റെ ആൻസർ എന്ന് പറയും 1 വരും. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ പ്രോഡക്റ്റ് ഫോമിലാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും, A+B 90 ആണെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ ഇങ്ങനെ തരുമായിരിക്കും. ഇഫ് ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്, നിങ്ങൾ ഇങ്ങനെ പഠിച്ചാൽ മതി. സൈൻ 2x - 10 equal to cos x plus 15. Then find the value of x. ഇങ്ങനെ ചോദിക്കും. Then find the value of x. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് CGL എക്സാം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് എന്ത് ചെയ്യുക, മാത്സിന്റെ സിലബസ് കംപ്ലീറ്റ് ആയിട്ട് തീർക്കുക. അപ്പോൾ അതിനുവേണ്ടിയാണ് ഏതെങ്കിലും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള കോഴ്സ് എടുത്ത് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ ഫുൾ എന്ത് ചെയ്യും, ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സമയത്ത് കംപ്ലീറ്റ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, റിവിഷൻ ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സൈൻ 2x - 10 എന്ന് പറഞ്ഞാൽ കോസ് x plus 15 ഇങ്ങനെ തരുവാണെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് എന്ന് വെച്ചാൽ എന്താണ്, സൈൻ എ ഈക്വൽ ടു കോസ് ബി. സൈൻ ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താ, ഏതോ ഒരു ആംഗിൾ. ബി എന്ന് പറഞ്ഞാൽ എന്താ, ഏതോ ഒരു ആംഗിൾ. അപ്പോൾ സൈൻ എ ഈക്വൽ ടു കോസ് ബി ആയി കഴിഞ്ഞാൽ A+B എന്തായിരിക്കും, ആ ആംഗിളിന്റെ സം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 90 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ, അതിന് 2x - 10 അധികം x plus 15 ഇതിന്റെ വാല്യൂ എത്ര ആയിരിക്കും, 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഇവിടെ 2x plus x 3x, ഇവിടെ -10, ഇവിടെ +15 എന്ന് വെച്ചാൽ +5 90 -5 85. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്ത് വരും, 85/3 വരും. എക്സിന്റെ വാല്യൂ എന്താണ്, 85/3. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, 2 ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നോക്കേ. ഇഫ് ടാൻ എക്സിന്റെ വാല്യൂ കോട്ട് 45 + 2x, വാട്ട് ഇസ് വാല്യൂ ഓഫ് എക്സ്? ഇവിടെ എന്താ, ടാൻ എ ഈക്വൽ ടു കോട്ട് ബി. ടാൻ തീറ്റ കോട്ട് ആവണമെങ്കിൽ എന്തായിരിക്കണം, ആ ആംഗിൾസിന്റെ സമ്മ് 90 ആയിരിക്കണം. അപ്പോൾ x + 45 + 2x = 90. x + 45 + 2x എന്ന് പറഞ്ഞാൽ 3x + 45 = 90. 3x = 45 അപ്പുറത്ത് പോകുമ്പോൾ എന്തായിരിക്കും, 90 - 45 ആണ്. 3x = 45, x = 45/3, 15 ഡിഗ്രി. ഓപ്ഷൻ ബി എന്ത് ചെയ്യാൻ ആൻസർ. അപ്പോൾ എത്ര സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. A+B 90 ആകുമ്പോൾ സൈൻ എ ഈക്വൽ ടു കോസ് ബി, കൊസീക് ഈക്വൽ ടു സീക് ബി, ടാൻ ഈക്വൽ ടു കോട്ട് ബി. അതുപോലെ നമുക്ക് എന്ത് പറയാം, വേറൊരു കാര്യം പറയാം. A+B 90 ആകുമ്പോൾ A+B = 90 ഡിഗ്രി ആകുമ്പോൾ സൈൻ എ ഈക്വൽ ടു കോസ് ബി ആണ്. ഓക്കെ, കോസ് ബി ആണ്. കൊസീക് എ ഈക്വൽ ടു സീക് ബി ആണ്. ഓക്കെ, ടാൻ എ ഈക്വൽ ടു കോട്ട് ബി ആണ്. അതുപോലെ നമുക്ക് എന്തും പറയാം. A+B 90 ആകുമ്പോൾ ടാൻ എ ഇൻറ്റു ടാൻ ബി. ടാൻ എ ഇൻറ്റു ടാൻ ബി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും, 1 ആയിരിക്കും. അല്ലെങ്കിൽ ടാൻ എ ഈക്വൽ ടു 1/tan ബി, അതാണ് കോട്ട് ബി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് CK ഇൻറ്റു സീക് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും. അതുപോലെ കോസ് എ ഇൻറ്റു കൊസീക് ബി ഈക്വൽ ടു 1 ആയിരിക്കും. അല്ലെങ്കിൽ സൈൻ എ ഇൻറ്റു സീക് ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, 1 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇത് പഠിക്കണമെന്നില്ല എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു കാര്യം വെച്ച് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ്
tan 3 theta into tan 7 theta equal to 1. Then what is the value of tan theta plus 36? അപ്പോൾ എന്ത് വേണം? തീറ്റയുടെ വാല്യൂ വേണം. തീറ്റയുടെ വാല്യൂ വേണമെങ്കിൽ tan theta into tan 7 theta എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ത് പറയാം? tan 3 theta equal to 1 by tan 7 theta എന്ന് വെച്ചാൽ എന്താണ്? cot 7 theta. 1 by tan എന്ന് പറഞ്ഞാൽ കോട്ടാണ്. cot 7 theta. അപ്പോൾ tan theta cot theta ആകുമ്പോൾ എന്താണ്? a plus b 90 ആണ്. അപ്പോൾ 3 theta plus 7 theta 10 theta വാല്യൂ ആണ് 90. അപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ എന്ത് വരും? തീറ്റ എന്ന് പറഞ്ഞാൽ ഓക്കെ എന്ത് കിട്ടും നമുക്ക്? ഓക്കെ 3 തീറ്റയും 7 തീറ്റ. ഓക്കെ 10 തീറ്റ ആണ് 90 ഡിഗ്രി. ഓക്കെ തീറ്റ എന്ന് പറയുമ്പോൾ 9 എന്ന് വരും. തീറ്റ എന്ന് പറയുമ്പോൾ 9 എന്ന് വരും. ഓക്കെ 90/10 9 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ tan 9 പ്ലസ് തീറ്റയുടെ വാല്യൂ എത്രയാണ്? 9 പ്ലസ് 36 45 ആണ്. tan 45ൻ്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓപ്ഷൻ സി എന്ത് ചെയ്യാം? നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാം. ഓക്കെ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ നമുക്ക് ഓക്കെ ഈ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. നിങ്ങൾ എന്ത് ചെയ്യുക? സ്വന്തമായിട്ട് അത് ചെയ്തിട്ട് ആൻസർ പറയും. എക്സ് ആൻഡ് വൈ ടു അക്യൂട്ട് ആംഗിൾസ് ആണ്. എക്സ് പ്ലസ് വൈ ലെസ് ദാൻ 90 ആണ്. ആൻഡ് സൈൻ 2x മൈനസ് 20 ഈക്വൽ ടു കോസ് 2a പ്ലസ് 90. അപ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട. 2a പ്ലസ് ബി എന്താണ്? 90 ആണ്. ഇപ്പോൾ 2x മൈനസ് 20 പ്ലസ് 2a പ്ലസ് 20 ഈക്വൽ ടു 90 ആണ്. ഇപ്പോൾ 2x പ്ലസ് 2y 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. 2x പ്ലസ് 2y മൈനസ് 20 പ്ലസ് 20 എന്ന് പറഞ്ഞാൽ 0 വരും. ഈക്വൽ ടു എത്ര? 90 എന്ന് വരും. ഇപ്പോൾ എക്സ് പ്ലസ് വൈ അല്ലേ? മൈനസ് 20 പ്ലസ് 20 പ്ലസ് 20 മൈനസ് 20 പ്ലസ് 20 മൈനസ് 20 പ്ലസ് 20 0 ആയിപ്പോൾ എക്സ് പ്ലസ് വൈയുടെ വാല്യൂ എന്ത് വരും? 45 എന്ന് വരും. 45 ഡിഗ്രി വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ. ടാൻ എക്സ് പ്ലസ് വൈ നമ്മൾ ടാൻ 45 എന്ന് പറഞ്ഞാൽ എന്ത് വരും? 1 എന്ന് വരും. ഓപ്ഷൻ സി നമുക്ക് എന്ത് ചെയ്യാം? ആൻസർ കൊടുക്കാം. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഡയറക്റ്റ് ചോദിക്കും. അപ്പോൾ ഡയറക്റ്റ് ചോദിക്കുമെങ്കിൽ ഈ ഒരു കാര്യം പറഞ്ഞാൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ആൻസർ കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങളുടെ എക്സാമിന് എന്ത് ചെയ്യും? ഒരുപാട് നിങ്ങളെ സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. മാക്സിമം പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള കേരളത്തിൽ വെച്ചുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി കണ്ടന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത്. ഓക്കെ അത് മാത്രം നിങ്ങൾ എന്ത് ചെയ്യാതെ നോക്കിയാൽ മതി. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഹോംവർക്കായിട്ട് ചെയ്യുക. എന്നിട്ട് ആൻസർ എന്ത് ചെയ്യുക? ആൻസർ കമൻ്റ് ആയിട്ട് കൊടുക്കുക. ഓക്കെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം. ഇങ്ങനെയുള്ള ചെറിയ എന്ത് ചെയ്യും? നമ്മൾ ക്ലാസ്സുകളിലൂടെ എന്ത് ചെയ്യും? നമ്മൾ മുന്നോട്ട് പോകും. അങ്ങനെ മുന്നോട്ട് പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇത് പറഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നമ്മൾ നമ്മളിപ്പം പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഫുൾ ക്ലാസ് 4 ക്ലാസ് നല്ല വൃത്തിയായിട്ട് ബേസിക് ക്ലാസ് ഈ ഒരു പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മസ്റ്റായിട്ട് കാണേണ്ട ക്ലാസ്സുകളാണ്. ബാക്കിയുള്ളവരെ പോലെ നിങ്ങൾക്ക് ജോലി വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് അത് ജോലിയിൽ കിട്ടാൻ പറ്റത്തുള്ളൂ. ഒരുപാട് വ്യത്യാസമുണ്ട്. നിങ്ങൾ പഠിക്കുന്ന മെതലിൽ നിന്ന് ഒരുപാട് വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള മെതലിൽ പോയെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ അങ്ങനെ നല്ല രീതിയിൽ പോയെങ്കിലേ പറ്റത്തുള്ളൂ. ഓക്കെ അപ്പോൾ അതിനകത്തൊക്കെയുള്ള നല്ല ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും? നമ്മൾ ഈ ഒരു CGL മിഷൻ 2024 എന്ന് പറഞ്ഞാൽ പ്ലേലിസ്റ്റ് ഒരുപാട് വീഡിയോസ് വരും. നല്ല അടിപൊളി വീഡിയോസ് എന്ത് ചെയ്യും? അടിപൊളി ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും കുറഞ്ഞ സമയത്ത്. ഓക്കെ അതൊക്കെ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. ഓക്കെ അതിനുവേണ്ടിയുള്ള ബേസ് എന്തായിട്ടുണ്ട്? സെറ്റ് ആയിട്ടുണ്ട്. ഓക്കെ അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യുക? നിങ്ങൾ ഹോംവർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി. എല്ലാവരും മാക്സിമം പേർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ അപ്പോൾ എല്ലാവർക്കും നന്ദി. ഓൾ ദ ബെസ്റ്റ്. ഓക്കെ താങ്ക് യു.